ഒന്നാം UPA സർക്കാർ രാജ്യം ഭരിക്കുന്ന കാലം ഇടതുപക്ഷ പാർട്ടികളുടെ നിർബന്ധം കൊണ്ട് മാത്രം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എല്ലാം വലിയൊരളവോളം കുറഞ്ഞു. എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ ഇതാ മോദി സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നു. ഇനി നക്കാപ്പിച്ച കൂലിക്ക് വൻകിട ഭൂപ്രമാണിമാരുടെ അടിമ തൊഴിലാളികളായി തൊഴിൽ ചെയ്യേണ്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ തൊഴിലാളികൾ പരിവർത്തനം ചെയ്യപ്പെടും. തൊഴിലുറപ്പിന്റെ പണിക്കൊക്കെ ആൾക്കാർ ഇതിലാണോ വിളിക്കാറ്? ഫോണിലാണോ വിളിക്കാറ്? വീട്ടിൽ റേഞ്ച് ഒക്കെ ഉണ്ടോ? Rural India! Save the rural India! Save the workers! Save the workers! Sarkar Murdabad! 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 Manrega Mazdoori Virodhi Sarkar Murdabad! 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 കൃഷി ഭൂപ്രഭുക്കളുടെയും കോർപ്പറേറ്റുകളുടെയും മാത്രം കൈപ്പിടിയിലാക്കണം. കോർപ്പറേറ്റുകൾക്ക് കുറഞ്ഞ കൂലിക്ക് കർഷക തൊഴിലാളികളെ കിട്ടണം. ഇതിനായുള്ള പണിയാണ് കോർപ്പറേറ്റുകളുടെ വിശ്വസ്തതോഴനായ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം കൊണ്ടുവന്ന കർഷക നിയമങ്ങളെ ശക്തമായ പ്രക്ഷോഭത്തോടെ കർഷകർ ചെറുത്തു. നിരവധി പേർ ആ സമരത്തിൽ രക്തസാക്ഷികളായി. മോദി സർക്കാരിൻ്റെ പുതിയ ശത്രു രാജ്യത്തെ കർഷക തൊഴിലാളികളാണ്. വർഷത്തിൽ ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇനിയില്ല. ഈ നിയമം ഇല്ലാതാക്കാനായി പുതിയൊരു നിയമം കൊണ്ടുവന്നു. പേര് VBG റാംജി. ഇതെല്ലാമാണ് പുതിയ നിയമത്തിൻ്റെ കുഴപ്പങ്ങൾ. വിളവെടുപ്പ് കാലത്ത് 60 ദിവസം പദ്ധതിക്ക് നിരോധനം. തൊഴിലാളികൾ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത് മൂലം കൃഷിപ്പണിക്ക് ആളെ കിട്ടാനില്ലത്രേ. തൊഴിലുറപ്പിനേക്കാൾ ഉയർന്ന കൂലി കൊടുത്താൽ വിളവെടുപ്പിന് ആളെ കിട്ടും. അതിന് ഭൂപ്രഭുക്കൾ ഉയർന്ന കൂലി കൊടുക്കണം. വിളവെടുപ്പ് കാലത്ത് തൊഴിലുറപ്പ് നിരോധിച്ചാൽ ഭൂപ്രഭു നിശ്ചയിക്കുന്ന നക്കാപ്പിച്ച കൂലിക്ക് തൊഴിലെടുക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകും. മോദി ഭൂപ്രഭുക്കൾക്ക് ഒത്താശ ചെയ്യുമ്പോൾ വഴിയാതരമാകുന്നത് രാജ്യത്തെ തൊഴിലാളികളാണ്. ഇത്തരം തൊഴിൽ പദ്ധതികളെയെല്ലാം തന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ഓക്കെ. നമ്മുടെ തൊഴിലാളികൾക്കെതിരായിക്കൊണ്ട് എന്ത് നിയമനിർമ്മാണം നടപ്പിലാക്കണം എന്ന ചർച്ചയാണ് 4 ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. അപ്പോൾ തൊഴിലാളി എന്ന് പറയുന്ന വിഭാഗങ്ങളെ എല്ലാ അർത്ഥത്തിലും തകർക്കുക എന്നുള്ള നയവും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാം വർഗീയമായിട്ട് ചിന്തിക്കുക. പേരുമാറ്റത്തിലൂടെ തന്നെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. അത് ദൈവങ്ങളുടെ പേരിലാണെങ്കിലും വിശ്വാസങ്ങളുടെ പേരിലാണെങ്കിലും സ്ഥലനാമങ്ങളുടെ പേരിലാണെങ്കിലും വ്യക്തികളുടെ നാമങ്ങളാണെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതെല്ലാം വർഗീയവൽക്കരിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് മുതലെടുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇന്നാണ് ഞങ്ങൾ വാർത്തകളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയമെന്ന് പറയുന്ന ഒട്ടും തന്നെ ഒരു ശരിയായ കാര്യമല്ല. ഈ പദ്ധതി ഇങ്ങോട്ട് ഞങ്ങൾക്ക് വെച്ച് നീട്ടിയതാണ്. അത് നിങ്ങൾ വലിക്കാതിരുന്നാൽ ഒരു ഉപകാരം. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ.
അതിപ്പം അതെല്ലാം തടസ്സപ്പെടുത്തുവാണെന്ന് പാർലമെൻറ്റിലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഈ തൊഴിൽ കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാം കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് കണ്ടത്തിലൊന്നും പോകാൻ മേല. ഈ തൊഴിലുറപ്പ് ഞങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല. മുന്നോട്ട് ഇത് കൊണ്ടുപോകണം. പുതിയ നിയമം കൊണ്ടുവന്ന് ഞങ്ങളുടെ തൊഴിലില്ലാതാക്കരുത്. 2005 ഓഗസ്റ്റ് 23 രാജ്യചരിത്രത്തിലെ നാഴികക്കല്ലായ ദിനം. വർഷത്തിൽ ഓരോ കുടുംബത്തിനും 100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഒന്നാം UPA സർക്കാർ പാസാക്കി. അതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ തൊഴിലാളികളുടെ മിനിമം കൂലി കുതിച്ചുയർന്നു. 10-20 രൂപ കൂലിക്ക് തൊഴിൽ ചെയ്തിരുന്നവരുടെ കൂലി 200-300 ഉയർന്നു. ചൂഷണത്തിൽ നിന്ന് ഗ്രാമീണർക്ക് വലിയൊരളവോളം മോചനം ലഭിച്ചു. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നത്. UPA സർക്കാരിന് പിന്തുണ നൽകുന്നതിനായി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളിലൊന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കണം എന്നതായിരുന്നു. നവ ഉദാരവൽക്കരണ നയത്തിന്റെ വക്താക്കളായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോ അന്നത്തെ ധനമന്ത്രി P. ചിദംബരത്തിനോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ താഴെ വീഴും. അങ്ങനെ ഇടതുപക്ഷ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. പക്ഷേ നിയമം കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമായി. നിലവിൽ രാജ്യത്തെ 12.16 കോടി തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുന്നു. ഇവരിലെ 18.63% പട്ടികജാതിക്കാർ, 17.32% പട്ടികവർഗക്കാർ, 60% സ്ത്രീകൾ. ഇവർക്കെല്ലാം ആശ്വാസമായിരുന്ന ഒരു വൻ പദ്ധതിയാണ് ഇപ്പോൾ മോദി സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ RSS ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിലപാട് പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേരുമാറ്റത്തിലും അത് നിഴലിക്കുന്നുണ്ട്. ഇത് പലരും പറഞ്ഞതുപോലെ രണ്ടാം ഗാന്ധി വധം എന്ന നിലയിൽ വിശേഷിപ്പിച്ചത് വളരെ ഉചിതമായ ഒരു പദപ്രയോഗം. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമായി. ഓരോ ബജറ്റിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു. തൊഴിലാളികൾക്ക് കൂലി നൽകാനുള്ള തുക നൽകാതെ കുടിശ്ശിക വരുത്തി. ഒടുവിലിതാ മരണമണി. മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കാനായി VBG റാംജി എന്ന പേരിൽ കണ്ണിൽ പൊടിയിടാൻ ഒരു പുതിയ പദ്ധതി. തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ 125 ഉയർത്തുമത്രേ. രാജ്യത്ത് ഒരിടത്തും ഇന്ന് 100 ദിനം പോലും തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല. 100 ദിവസം തൊഴിൽ നൽകാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് 125 ദിവസം തൊഴിൽ നൽകുക? നിലവിൽ വേതനത്തിനായി നൽകേണ്ട തുക മുഴുവൻ കേന്ദ്ര സർക്കാരാണ് ചെലവഴിക്കുന്നത്. ഇനി ഈ ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. കേന്ദ്രാവഗണന മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടിലായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഈ വ്യവസ്ഥ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഏതെല്ലാം മേഖലകളിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിനിയോഗിക്കേണ്ടതെന്ന് നിലവിൽ തീരുമാനിക്കുന്നത് പഞ്ചായത്തുകളാണ്. പുതിയ നിയമം പഞ്ചായത്തുകളെ ഒഴിവാക്കുന്നു. ഇനി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ന്യൂ സെൻട്രൽ ഗ്രാമീൺ റോസ്ഗാർ കൗൺസിൽ എന്ന സ്ഥാപനമായിരിക്കും പണികൾ തീരുമാനിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളെ ദുർബലമാക്കുന്നതാണ് ഈ നിലപാട്. പകരം ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സംവിധാനം പുതിയൊരു കൗൺസിലിന്റെ പേരിൽ സംഘപരിവാറിന്റെ കൈപ്പിടിയിലാകും. എല്ലാറ്റിന്റെയും ഇരകൾ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ്. പ്രശ്നം പേര് മാറ്റുന്നത് മാത്രമല്ല, പേര് മാറ്റുന്നതിൽ തൊട്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ 35 കുടുംബങ്ങളും ജീവിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട്, ഈ തൊഴിലുറപ്പ് കൊണ്ടാണ്. അതില്ലാതാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കത്തെ ഞങ്ങൾ ഈ 35 കുടുംബവും ഈ ദേശത്തുള്ള എല്ലാ തൊഴിലുറപ്പ് പ്രസ്ഥാനങ്ങളും കൂടി എതിർക്കുന്നു. രാജ്യത്തെ ഏറ്റവും വികസിതമായ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മിനിമം കൂലിയുള്ള സംസ്ഥാനം. അങ്ങനെയുള്ള കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന മിനിമം കൂലി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദേശീയ തലത്തിൽ ലഭിക്കുന്ന ശരാശരി കൂലി 267 രൂപ, കേരളത്തിൽ 369 രൂപ. ഈ വർഷത്തെ ദേശീയ ശരാശരി തൊഴിൽ ദിനങ്ങൾ 34.95. കേരളത്തിൽ ഇത് 44.71. തൊഴിലാളികൾക്ക് നൽകേണ്ട വേതനത്തിന്റെ 40% ഇനി സംസ്ഥാനങ്ങൾ വഹിക്കണം. ഒരു വർഷം 2000 കോടി രൂപയെങ്കിലും കേരളം കൂടുതലായി ചെലവഴിക്കണം. ഇപ്പോൾ കേരളത്തിന് ശരാശരി 4000 കോടിയാണ് ഒരു വർഷം കിട്ടുന്നത്. ശരാശരി
40% വഹിക്കണം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം കേന്ദ്രം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളൊരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പോൾ സംസ്ഥാനത്തിന് തലയിൽ വെച്ചു. सरकार मुर्दाबाद 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 मनरेगा मजदूरी विरोधी सरकार मुर्दाबाद 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 തൊഴിലാളികൾക്ക് ഇനി മെച്ചപ്പെട്ട കൂലിയില്ല, അവർക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ല. ഒരു വശത്ത് ഇങ്ങനെയെല്ലാമാണ് കാര്യമെങ്കിൽ മറുവശത്ത് കാര്യങ്ങൾ തികച്ചും വിഭിന്നമാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, അതിസമ്പന്നർ അതിവേഗത്തിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. മോദി ഭരണത്തിന്റെ നേട്ടം ശതകോടീശ്വരന്മാർക്ക് മാത്രമാണ്.